ആരാധിക്കുവാൻ അനുവദിക്കാതെ ആത്മീയ ഐക്യത ഇല്ലാതാക്കി ചിതറിച്ച വലിയ തടയുന്ന ഈ സർപ്പശക്തിയെ, മഹാസർപ്പത്തെ, സമുദ്രത്തിനകത്തളങ്ങളിൽ ദൈവിക പ്രകാശങ്ങളെ ദൈവികമായി ഒരു പുറപ്പെട്ട ഒരു ജനമായി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു കൂട്ടങ്ങളെ തടയുന്ന ഈ ശക്തി ഇന്ന് രാത്രി അഴിയപ്പെടാൻ പോകും. ഹല്ലേലൂയ. ഞാനിവിടെ വചനത്തിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 52:11-12 വായിച്ചാൽ യെശയ്യാവ് തന്നെ. പെട്ടെന്ന് ആ 3 വാക്യം വായിച്ചിട്ട് ഞാൻ ഇരിക്കുന്നു. 52 വിട്ടുപോരുവീൻ, അവിടെ നിന്ന് വിട്ടു പുറപ്പെട്ട് പോരുവീൻ, അശുദ്ധമായ യാതൊന്നും തുടരുത്. ദൈവം നമുക്കായി പുറപ്പെട്ടാൽ നാം എന്ത് ചെയ്യണം? പഴയ ഫറവോന്യ ബന്ധനത്തിൽ എന്ത് ചെയ്യരുത്? കിടക്കരുത്. പാപിന്റെ ബന്ധനങ്ങളിൽ, ഈ പറയപ്പെട്ട മോഹങ്ങളിൽ കിടക്കാതെ വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് ആഹ്വാനം ചെയ്യാം. ദൈവജനത്തിനെ രക്ഷിച്ച് പുറപ്പെടുവിച്ച് നമുക്ക് വേണ്ടി ചിലതിനെ പുറപ്പെടുവിക്കാൻ പോകും. അന്യായ ബന്ധനത്തിൽ കിടന്ന ചിലതിനെ നമുക്ക് വേണ്ടി കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യഹോവ നമുക്കായി പുറപ്പെടുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ഒരു പാട്ട് വെളിപ്പെടും. യെശയ്യാവ് 5:1 വായിച്ച് ഞാൻ ഷോർട്ട് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 5:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ ഒരു പാട്ട് വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ പുറപ്പെട്ട് ബന്ധനത്തിന് അടിമയായി, യുഗത്തിന് അടിമയായി കിടക്കുന്ന ചിലതിനെ ദൈവം മടക്കിക്കൊണ്ടുവന്ന സകല മ്ലേച്ഛതകളിൽ നിന്നും വിടുവിച്ച് കുടുംബത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന്, സഭയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന, ആത്മീയ ആരാധനയിലേക്ക് മടക്കിക്കൊണ്ടുവന്നിട്ട് സഭാ മണ്ഡലങ്ങളിൽ, കുടുംബ മണ്ഡലങ്ങളിൽ, ആത്മീയ ജീവിത മണ്ഡലങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൽ പാട്ട് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് അതെ ഇരിക്കുന്നു. യെശയ്യാവ് 51:14 മുതലുള്ള വാക്യം. യെശയ്യാവ് 51:14 മുതൽ. പ്രൈസ് ദി ലോർഡ്. മുന്തിരിത്തോട്ടത്തിലെ പാട്ട് ശൂനേംകാരത്തിയോട് ചോദിച്ചാൽ അവൾ പറയും, അവൾക്ക് മുന്തിരിത്തോട്ടത്തിൽ പ്രിയതമന് വേണ്ടി പാട്ടുപാടുന്ന കാഴ്ച അതേ ആ ഉത്തമഗീതത്തിൽ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം ചിലത് തകർത്ത് കളയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആത്മീയ ആരാധന സഭാമണ്ഡലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അതേ പാട്ട് കേൾക്കുവാൻ സ്വർഗമിടയാക്കും. എന്തിന്റെ പാട്ടാണ്? വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ വിടുതലിന്റെ ഗാനങ്ങൾ. മിരിയാം തപ്പെടുത്ത് ആരാധിച്ചതുപോലെ ഫറവോനെയും അവന്റെ സൈന്യത്തെയും എന്നേക്കുമായി മുക്കിക്കളഞ്ഞിട്ട് തപ്പെടുത്ത് ആരാധിച്ചതുപോലെ ഒരു ആരാധന വെളിപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് വിളംബരം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവിടെ 51:14 മുതൽ 1-2 വാക്യം പെട്ടെന്ന് വായിച്ചിട്ട് ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചതുപോലെ പീഡകന്റെ ക്രോധം ഒഴിഞ്ഞു മാറും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് പീഡിപ്പിക്കുന്നവരുടെ അതേ നിഷ്കണ്ടകന്റെയും ബദ്ധന്മാരുടെയും ഞരക്കങ്ങളെ കുറിച്ച് പറയുവാനാണ്. പീഡകന്റെ പീഡ മാറാൻ പോവുകയാണ്. അടുത്തത് ബദ്ധന്മാരെ വേഗത്തിൽ അഴിച്ചു വിടുന്ന രാത്രിയാണ് പോവുകയാണ്. അടുത്തത് ഓ കാരാഗ്രഹത്തിലും കുണ്ടറയിലും കടന്നുപോലെ കിടക്കുന്ന ചിലതിനെ ദൈവം ചെയ്യാൻ പോവാ, അഴിച്ചുവിടാൻ പോവാ. ഇന്ന് രാത്രിയിൽ ആഹാരത്തിന് മുട്ടുവരാതെ ഇന്ന് ബന്ധിച്ച് ശത്രു ബന്ധിച്ച സകല ബന്ധനങ്ങളും ദൈവം അഴിച്ചുവിടുന്ന രാത്രിയാണ്. ആ വേദഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിന്റെ താഴോട്ട് ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് അവിടെ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മീയ സന്തോഷത്തിന്റെ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ആ പാട്ട് കേട്ടുകൊണ്ട് ദൈവത്തെ പാട്ട് പാടിക്കൊണ്ട് ആരാധിക്കാം. യേശു ക്രിസ്തു എന്ന മഹാവീരനായ യുദ്ധവീരനായ നമുക്ക് വേണ്ടി സർവായുധവർഗം ധരിച്ച് നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ യുദ്ധം ചെയ്ത് നമുക്ക് വേണ്ടി ഒരു വിടുതൽ തരുവാൻ ശക്തനാണ്. ഇന്ന് രാത്രിയിൽ ഈ പറയപ്പെട്ട പൈശാചിക മണ്ഡലങ്ങളുടെ പ്രവൃത്തികളെ തച്ചുടച്ചുകൊണ്ട് ആത്മാവിന്റെ പുതുബലം ധരിക്കുവാനും ആത്മാവിന്റെ പുതുബലത്തിൽ കൂടി ആരാധിച്ചു മുന്നേറുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.